നമസ്കാരം. റഷ്യ അയൽ രാജ്യങ്ങളിൽ യുദ്ധസ്ഫോടനം തുടങ്ങി. മൂന്നാം ലോക മഹായുദ്ധ ഭീതിയിൽ ലോകം എത്തിച്ചേർന്നു. റഷ്യയും യുക്രൈനും യുദ്ധം തുടങ്ങി 4 വർഷം പിന്നിടുമ്പോൾ യുദ്ധത്തിന്റെ ഭീകരത ഇപ്പോൾ റഷ്യൻ ജനതയുടെ ജീവിതത്തിലേക്ക് നേരിട്ട് കയറിയിറക്കും. സൈനിക ചിലവടക്കം താങ്ങാനാവാതെ ക്രെംലിൻ ശ്വാസം മുട്ടുമ്പോഴും അയൽ രാജ്യങ്ങളിലേക്ക് പുടിൻ തന്റെ യുദ്ധം വ്യാപിപ്പിക്കുകയാണ്. അയൽ രാജ്യങ്ങളിൽ സ്ഫോടനം തീർക്കാൻ പോകുന്നു. മൂന്നാം ലോക മഹായുദ്ധ ഭീതിയിലേക്ക് ലോകം എത്തപ്പെടുന്നു. കഴിഞ്ഞ ദിവസം റഷ്യയുടെ വിവിധ ഭാഗങ്ങൾ യുക്രൈൻ വലിയ രീതിയിൽ ഡ്രോൺ ആക്രമണം നടത്തി. ഇതേ തുടർന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സ്വന്തം ജന്മനാടായിട്ടുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ജനങ്ങളോട് പുറത്തിറങ്ങരുതെന്ന് ഗവർണർ ആവശ്യപ്പെട്ടു. അവിടെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ അടക്കം തടസ്സപ്പെട്ടു. റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം 376 യുക്രൈൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായാണ് ഔദ്യോഗിക വിവരം. യുദ്ധം തങ്ങളെ ബാധിക്കില്ല എന്ന് കരുതിയിരുന്ന റഷ്യൻ ജനതയ്ക്ക് ഈ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾ വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. പുടിന്റെ നേതൃത്വത്തിൽ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വലിയൊരു സാമ്പത്തിക സമ്മേളനം നടക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ ആക്രമണങ്ങൾ ഉണ്ടായത്. നഗരത്തിലെ പ്രധാന ഇന്ധന സംഭരണശാലയ്ക്ക് തീപിടിക്കുകയും റഷ്യൻ നാവികസേനയുടെ വലിയൊരു കപ്പൽ തകരുകയും ചെയ്തു. സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ലോകമെമ്പാടുമുള്ള പ്രതിനിധികൾ എത്തിയ സമയത്ത് നഗരത്തിന് മുകളിൽ കറുത്ത പുക പടർന്നു പിടിച്ച് അത് പുടിന് വലിയ നാണക്കേടുണ്ടാക്കി. നിലവിൽ ഇരു രാജ്യങ്ങളും പരസ്പരം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ദൂരെയുള്ള നഗരങ്ങളെയാണ് ലക്ഷ്യമിടുന്നത്. ഇതിനിടയിൽ റഷ്യയും യുക്രൈനിലെ ചില ജില്ലകളിൽ കനത്ത ആക്രമണം നടത്തിയിട്ടുണ്ട്. നേരിട്ട് കൊണ്ട് ചർച്ച നടത്താമെന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നിർദ്ദേശം വ്ളാഡിമിർ പുടിൻ പൂർണ്ണമായിട്ടും നിരസിച്ചു. ഇത്തരം കൂടിക്കാഴ്ചകൾ കൊണ്ട് ഇപ്പോൾ ഒരു പ്രയോജനവുമില്ല എന്നാണ് പുടിൻ പറയുന്നത്. സെലൻസ്കി അയച്ച കത്തിൽ പുടിന്റെ ദീർഘകാല ഭരണത്തെയും പ്രായത്തെയും പരിഹസിച്ചിരുന്നു. ഇതിനെ സംസ്കാരശൂന്യം എന്ന് വിളിച്ച പുടിൻ പ്രായമല്ല, ജോലി ചെയ്യുവാനുള്ള കഴിവാണ് പ്രധാനമെന്ന് മറുപടി നൽകി. ഒരു മൂന്നാം രാജ്യത്ത് വെച്ച് ചർച്ച വേണമെങ്കിൽ ഒപ്പിടാൻ വ്യക്തമായ കരാർ വേണമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കി. യുക്രൈന്റെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അത് കാരണം റഷ്യയിലെ ഇന്ധന നിലയങ്ങൾ തകരുകയാണ്. ഇത് റഷ്യയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് അടുത്ത പെട്രോൾ ക്ഷാമവും ഒക്കെ ഉണ്ടാക്കുകയാണ്. കടലിൽ എണ്ണ മലിനീകരണം രൂക്ഷമായതിനാൽ വിനോദസഞ്ചാരികൾ യാത്രകൾ റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇന്ധന വിതരണ പാതകളിൽ യുക്രൈൻ നിരന്തരം ബോംബിടുന്നതിനാൽ ആ വഴി പോകുന്ന ട്രക്കുകൾ കരിഞ്ഞുണങ്ങി കിടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇത് കാരണം ഡ്രൈവർമാരൊക്കെ ഈ റോഡിനെ നരകപാത എന്ന് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പ്രതിസന്ധി കൂടിയതോടുകൂടി റഷ്യൻ സർക്കാരിനെ വിമാന ഇന്ധന കയറ്റുമതി താൽക്കാലികമായിട്ട് നിരോധിക്കേണ്ടി വരുന്നു. യുദ്ധം കാരണം റഷ്യയിലെ സാധാരണ ജനജീവിതം എന്ന് പറയുന്നത് വളരെ ദുസ്സഹമായി മാറിയിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ അപ്പം, മുട്ട, ഇറച്ചി തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾക്ക് വില കുത്തനെ കൂടുന്ന സാഹചര്യം ഉണ്ടായി. റേഷനിങ് ഏർപ്പെടുത്തേണ്ട അവസ്ഥയിലാണ് രാജ്യം എത്തപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. സൈനിക ചെലവുകൾ ഇനിയും താങ്ങാൻ കഴിയില്ല എന്ന് റഷ്യയിലെ ധനമന്ത്രാലയം പുടിന് മുന്നറിയിപ്പ് വരെ നൽകിക്കഴിഞ്ഞു. അപ്പൊ ജനങ്ങൾക്ക് യുദ്ധത്തോട് കടുത്ത എതിർപ്പുണ്ട് എങ്കിലും പോലീസിന്റെയും ഭരണകൂടത്തിന്റെയും ഒക്കെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങളെ ഭയന്ന് ആരും പുറത്തിറങ്ങി പ്രതിഷേധിക്കുന്നില്ല എന്നേ ഉള്ളൂ. യുക്രൈനിലെ യുദ്ധം നിർത്തിയാൽ പോലും അധികാരം നിലനിർത്താൻ പുടിൻ മറ്റ് അയൽ രാജ്യങ്ങളിലേക്ക് പോലും ഈ യുദ്ധം വ്യാപിപ്പിച്ചേക്കുമെന്നതാണ്. അത് ഒരുപക്ഷെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമായേക്കാം എന്ന് കൂടി പറയുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഇറാന്റെ യുദ്ധവും ഈ ഇസ്രായേലിന്റെയും അമേരിക്കയുടെ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ പോലും റഷ്യൻ യുക്രൈൻ യുദ്ധം എന്ന് പറയപ്പെടുന്നത് മറ്റു മേഖലകളിലേക്ക് റഷ്യയുടെ അയൽ രാജ്യങ്ങളിൽ കൂടി യുദ്ധസ്ഫോടനം തുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് റഷ്യയെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. ഇവിടെ ലോകം ഞെട്ടിപ്പോകുന്നത് ഒരു മൂന്നാം ലോക മഹായുദ്ധ ഭീതിയാണ് എന്നുള്ളതാണ്. അത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമോ എന്ന് അറിയേണ്ടതാണ് ഇനിയുള്ള നാളുകൾ.